കോവിഡ് വന്നതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലോക്ക്ഡൗൺ വന്നതിന് ശേഷം നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലേ. അതിലൊരു മെയിൻ ചേഞ്ചാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ വന്നിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ എക്സാമിനറിൻ്റെ ഈ ഒരു ക്ലാസ്സുകളാണെങ്കിൽ പോലും നമ്മൾ കോവിഡിൻ്റെ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ വന്നത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്താണ്. അപ്പോൾ അതിൽ തന്നെ പല ആൾക്കാർക്കും ഇപ്പോഴാണ് അതിൻ്റെ പല ബെനിഫിറ്റ്സ് അവർ കാര്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓഫ്ലൈനിനേക്കാളും ബെറ്റർ ഓൺലൈനായിട്ട് തോന്നിയ ആൾക്കാരുണ്ട്, പക്ഷെ ചില മക്കളുടേത് ഓഫ്ലൈൻ തന്നെ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്? ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണോ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ആണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അതിൽ ചില ആൾക്കാർ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ള മക്കളാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടിട്ട് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് സ്റ്റിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നല്ലപോലെ യൂസ്ഫുൾ ആവാത്തതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് അവർക്ക് എത്ര ശ്രമിച്ചിട്ടും ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ടെക്നോളജീസ് കൂടി വരുള്ളൂ. അപ്പം അതുമാത്രമല്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മളുടെ ക്ലാസ്സുകളൊന്നും മുടങ്ങാതെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനും കാണാനും ഒക്കെ പറ്റിയത് ഈ ഓൺലൈൻ സിസ്റ്റം വന്നുകൊണ്ടാണ് അല്ലേ. ഞാൻ ഓൺലൈൻ സിസ്റ്റത്തിൻ്റെ കുറേ മേന്മകളും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു വിഷമം ഉള്ള മക്കളാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്രണ്ടും നിങ്ങളും ചിലപ്പോൾ സെയിം ക്ലാസ് തന്നെ ആയിരിക്കും കാണുന്നത്, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ടിന് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിനനുസരിച്ച് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ സൊല്യൂഷൻസ് മിസ് പറഞ്ഞു തരുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള മക്കളാണെങ്കിൽ വീഡിയോ ത്രൂ ഔട്ട് കാണാൻ വേണ്ടി നോക്കാം. ഇനി നിങ്ങൾക്കതങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിന് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് നിങ്ങൾ യെസ് ആണോ നോ ആണോ എന്ന് നിങ്ങൾ സെൽഫ് തന്നെ ആൻസർ ചെയ്യുക. അതിൻ്റെ അവസാനം നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ആൻസർ. ഓക്കെ, സോ ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ, നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാനിരിക്കുന്നത്? അതായത് നിങ്ങൾ ഒരു ചെയറിൽ ഇരുന്നിട്ട് ചെയറും ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണോ ചെയ്യുക, അതോ ബെഡിൽ ഇരുന്നിട്ട് പഠിക്കുകയാണോ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളുടെ ഓൺലൈൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസിൽ ഇരുന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ആൻസർ പറഞ്ഞില്ലെങ്കിൽ എന്ത് വിചാരിക്കും, ഞാൻ എങ്ങനെയാണ് ടീച്ചറോട് ഈ ഡൗട്ട് ചോദിക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് പഠിക്കാം എന്നുള്ളൊരു സൗകര്യം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുണ്ട്. പക്ഷേ ഈ സെയിം കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, മിസ്യൂസ് ചെയ്യാനും പറ്റും. നമ്മുടെ സൗകര്യം കുറച്ച് കൂട്ടിയിട്ട് ബെഡിലൊക്കെ ഇങ്ങനെ കമന്ന് കിടന്ന് മലന്ന് കിടന്നൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. സോ അതാണ് നിങ്ങൾ മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കാരണം ഇതാണ്, നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു സ്റ്റഡി രീതി നമുക്കില്ലാത്തത്. അപ്പോൾ നിങ്ങളിനി പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, ഒരു പ്രോപ്പറായിട്ടൊരു സ്റ്റഡി ടേബിൾ വെക്കുക, ഒരു ചെയറൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനിരുന്ന് നോക്കി നോക്കാം. നല്ല ഡിഫറൻസ് തന്നെ എൻ്റെ കുട്ടിയൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മെസ്സേജസിൽ ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്തായാലും ഒന്നുകിൽ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലായിരിക്കും ക്ലാസ്സുകൾ കാണുന്നത്. അങ്ങനെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മൊബൈലിൽ ക്ലാസ് കാണുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ക്ലാസ്സിൻ്റെ ആപ്പ് മാത്രമായിരിക്കില്ല, അതായത് നമുക്ക് യൂട്യൂബ് ഉണ്ടാകും, ഇൻസ്റ്റഗ്രാം ഉണ്ടാകും, പിന്നെ സ്നാപ്ചാറ്റ് ഉണ്ടാകും, അതെല്ലാം ത്രെഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതും അല്ലാന്നുണ്ടെങ്കിൽ ഗെയിമിങ്ങിൻ്റെത് ഉണ്ടാകും, യൂട്യൂബ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള വാട്സാപ്പ് ഉണ്ടാകും, ഇതിനകത്തുനിന്നുള്ള മെസ്സേജുകളൊക്കെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിങ് 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 എന്ന് പറഞ്ഞ് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ചിലപ്പോൾ നല്ലപോലെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷേ ഈ മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതെന്തായിരിക്കും, ആ ഒരു മെസ്സേജ് എന്തായിരിക്കും, ഞാനതിന് റിപ്ലൈ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ആ ഓഡിയോ മെസ്സേജ് എന്തായിരിക്കും, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു റീല് വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിൻ്റെ റീല് വന്നിട്ട് അതെന്തായിരിക്കും, ആ റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ആ കോമഡി റീൽ എന്തായിരിക്കും, ആ ഇൻഫർമേഷൻ എന്തായിരിക്കും, ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് വരാൻ കാരണമാവും. അത് നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. അതെന്താണെന്ന് നോക്കിയിട്ട് വേഗം വരാമെന്നൊക്കെ കരുതും, പക്ഷെ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല എന്നും പറഞ്ഞ പോലെ നമ്മൾ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈവൻ നമ്മൾ റിയലൈസ് ചെയ്യണത് ഞാൻ ഇത്രയും നേരം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യായിരുന്നു, നമ്മൾ പഠിക്കാൻ പറ്റാണ്ടായി, നമ്മുടെ ടൈം പോയി, ആകെ മൂഡ് ഔട്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളെന്ന് മാത്രമല്ല മിസ്സാണെങ്കിലും അതെന്തായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഓൺലൈൻ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് നമുക്ക് വർക്ക് മോഡ് എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഉണ്ടാവും നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ വർക്ക് മോഡ് നിങ്ങൾക്ക് ഓണാക്കി വെക്കാം. അപ്പോൾ വർക്ക് മോഡ് അല്ലെങ്കിൽ സ്റ്റഡി മോഡ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ബാക്കിയുള്ള ആപ്സിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻസ് ഓഫാക്കി വെക്കാം.
ഈ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവിഷൻ ആഫ്റ്റർ എവറി ക്ലാസ്. നമ്മളിത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടീച്ചർ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുന്നത് വിചാരിച്ചിട്ടെങ്കിൽ നമ്മൾ പഠിച്ചു പോകും. പക്ഷെ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ടീച്ചർ എന്നെ ഇവിടെ വന്നൊന്നും ചോദ്യം ചെയ്യാൻ പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ എക്സാം ആകുമ്പോൾ ഞാൻ നേരിട്ട് എക്സാം ഹോളിൽ എഴുതുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ റിവിഷൻ ചെയ്യാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരിക്കലും എൻ്റെ കുട്ടികൾ ചെയ്യാതിരിക്കുക. റിവിഷൻ ചെയ്യാത്തതാണ് നിങ്ങളുടെ മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പം നമ്മുടെ ഈ സ്കോറ് വരുന്നത് നമ്മൾ അവസാനം എഴുതുന്ന ഒരു എക്സാമിൻ്റെ ബേസിലാണ്. അപ്പോൾ ആ എക്സാമിന് നിങ്ങൾക്ക് ചോദ്യങ്ങളല്ലേ വരുന്നത്. അപ്പോൾ എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്ന് നിങ്ങൾ സെൽഫ് ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പം ഇല്ല എന്നുള്ളൊരു ആൻസറാണ് എൻ്റെ മക്കൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എക്സാമിന് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് നിങ്ങളുടെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും മിസ്റ്റേക്സ് റിവ്യൂ ചെയ്യാറുണ്ടോ എന്നുള്ളത്. അതായത് നമുക്കൊരു മിസ്റ്റേക്ക് വരുന്നു, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, നമ്മളത് മനസ്സിലാക്കുന്നേ ഇല്ല, നെക്സ്റ്റ് ടെസ്റ്റ് എടുക്കുന്നു, സെയിം മിസ്റ്റേക്ക് വരുന്നു. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. ടെസ്റ്റുകൾ എപ്പോഴും എന്തിനാണ്? നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനാണ്. ഞാൻ എവിടെയൊക്കെ മിസ്റ്റേക്ക് വരുത്തുന്നു, ഞാൻ എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തുന്നു, എൻ്റെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ആ മനസ്സിലാക്കൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് എടുക്കുന്നത് വെറുതെയാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ എൻ്റെ മക്കൾ അത് ചെയ്യാൻ നോക്കാം. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു ടിപ്സാണ് മിസ്സ് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴും ഫോൺ എടുക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് നമുക്കൊരു നല്ല മോട്ടിവേഷണൽ കോട്ട് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ മിസ്സ് ചുമ്മാ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മോർണിംഗിൽ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ എവറി മോർണിംഗ് യു ഹാവ് 2 ചോയ്സസ്. നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. കണ്ടിന്യൂ ടു സ്ലീപ്പ് with your dreams or wake up and chase them. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പകൽ സ്വപ്നവും കണ്ട് ഇങ്ങനെ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ജസ്റ്റ് ചുമ്മാ ഒന്ന് മിസ് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്താണോ അത് നിങ്ങളുടെ വാൾപേപ്പർ ആക്കി വെക്കുക. ഈവൻ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോയി കഴിഞ്ഞാലും ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പം നമുക്കത് മോട്ടിവേറ്റ് ചെയ്യാൻ, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് റിവാർഡ് സിസ്റ്റം. അതായത് ഇപ്പോൾ നിങ്ങളൊരു ക്ലാസ് കാണാം, ഒരു 2 hours ലൈവ് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ലൈവ് സെഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? എനിക്കൊരു ഗെയിം കളിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇത്ര സമയം സ്പെൻഡ് ചെയ്യും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു സിനിമ കാണും, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വെബ് സീരീസ് കാണും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ അതൊന്നും അല്ലെങ്കിൽ ഇനി ചോക്ലേറ്റ് ഞാൻ എനിക്ക് തന്നെ കൊടുക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം റിവാർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇത് ചെയ്താൽ എനിക്കിത് കിട്ടും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് റിവാർഡ് സിസ്റ്റം നിങ്ങളെ വീണ്ടും വീണ്ടും ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കും. ആൻഡ് ലാസ്റ്റായിട്ട് ക്ലാസ്സുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളാണെങ്കിൽ കമ്പൽസറിലി നമ്മൾ പോകണം. നമ്മുടെ പാരൻസ് നമ്മൾ പറഞ്ഞേക്കും, നമ്മൾ 9 to 4 അല്ലെങ്കിൽ 9 to 5, 10 to 5 ഒക്കെ ആ ടൈം നിങ്ങൾ സ്കൂളിലുണ്ട്, നിങ്ങൾ ആ ക്ലാസ്സുകൾ കമ്പൽസറിലി കാണും അല്ലേ, നിങ്ങൾ പഠിക്കും. പക്ഷേ ഓൺലൈനിലാവുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മതി അല്ലെ നാളെ കാണാം, ഇപ്പോൾ വേണ്ട അല്ലെ പിന്നെ കാണാം, ഈ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? അങ്ങനെ നമ്മൾ ക്ലാസ്സുകൾ സ്കിപ്പാവാൻ തുടങ്ങും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ, ഒന്നൊരു കല്യാണം ഉണ്ടെന്ന് ക്ലാസ് കാണണ്ട, ഇന്ന് എനിക്ക് ടൗണിൽ പോകാനുണ്ട് അത് കാണണ്ട എന്ന് കരുതി നമ്മൾ സ്കിപ്പ് ചെയ്യും. എന്നിട്ടത് ബാക്ക്ലോഗ്സ് ആയിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടി വരും. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ മക്കളെ എന്ത് ചെയ്യാതിരിക്കുക? നിങ്ങളുടെ ക്ലാസ്സുകളെ അറ്റൻഡ് ചെയ്യുക, മിസ്സാക്കാതിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഓൺലൈൻ സിസ്റ്റം വെച്ച് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അപ്പോൾ അതിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സൊക്കെയാണ് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് മിസ് ചെയ്യോ? ഇല്ല അല്ലേ, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി ആ ക്ലാസ്സുകൾ കാണും. അപ്പോൾ അങ്ങനെ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ എൻ്റെ കുട്ടിയൊക്കെ പഠിക്കാൻ 6ാം ക്ലാസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് മിസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവും റെക്കോർഡഡ് ക്ലാസ്സും PDF ക്ലാസ് നോട്ടും വർക്ക്ഷീറ്റും എക്സാമും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ യുവ ബാച്ചിൽ പഠിക്കാം. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും അത് നമ്മളത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ഒന്നും ആവാതെ കറക്റ്റ് പ്രോപ്പറായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ മിസ്സിന് ഇഷ്ടമാണ്, അലക്സ് സാറിന് ഇഷ്ടമാണ്, അലൻ സാറിനൊക്കെ ഇഷ്ടമാണ്, ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ.